ഉത്രാട നക്ഷത്രക്കാർക്ക് ചെറുപ്പം മുതൽ തന്നെ അനേകം ഭാരിച്ച ചുമതലകൾ ഇവരിൽ വന്നു ചേരും. ക്ലേശങ്ങളെയും പ്രതിബന്ധങ്ങളെയും തട്ടി നീക്കിക്കൊണ്ടുവേണം ഇവർക്ക് ജീവിത വിജയം കൈവരിക്കാൻ. ഇവരുടെ കഠിനാധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലം പലപ്പോഴും ഇവർക്ക് കിട്ടിയെന്നു വരില്ല. മധ്യവയസ്സിനു ശേഷമായിരിക്കും ഇവർക്ക് ജീവിതത്തിൽ വിജയവും ഉയർച്ചയും കൈവരിക. സൗമ്യമായ മുഖഭാവം, പ്രസന്നതയും മൃദുവായ സംഭാഷണ ശൈലിയും, സൽഗുണസമ്പന്നരും, പാണ്ഡിത്യവും അഭിമാനബോധവും, ധനപുഷ്ടിയും, നേരെ വാ നേരെ പോ എന്ന മനഃസ്ഥിതിക്കാരും, ദാനശീലരും, ദയുള്ളവരും, നിരന്തരം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരും, അടിതൊട്ട് മുടിവരെ മാന്യത പുലർത്തുന്നവരും, ജീവിതം ഒരു നേർരേഖ പോലെ ഋജുവും വ്യക്തവുമായിട്ടുള്ളവരും, ഇവർ ഇടപെടുന്ന എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ തുറന്ന പെരുമാറ്റത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സിംഹാസനം നേടുന്നവരും, ശുദ്ധവായു പോലെ നിർദോഷികളുമായിരിക്കും ഇവർ. നീതിയും ആത്മാർത്ഥതയും പുലർത്തുമെങ്കിലും ഒന്നിനെക്കുറിച്ചും അത്ര പെട്ടെന്ന് വിശ്വസിക്കുന്നവരോ വകവെച്ചു കൊടുക്കുന്നവരോ അല്ല. അതിനാൽ തന്നെ പലപ്പോഴും മനസ്സാ വാച അറിയാത്ത കാര്യത്തിന് അപവാദങ്ങൾ കേൾക്കേണ്ടി വന്നേക്കാം. ആരുടെയും മുഖത്ത് നോക്കി നീരസമായി സംസാരിക്കാനോ അത് മറച്ചുവെച്ച് സംസാരിക്കാനോ ഇവർക്കാവില്ല. കാര്യങ്ങൾ മനസ്സിലാക്കി ഐക്യത്തോടെ മുന്നോട്ടു പോകാൻ കഴിവുള്ളവരായതിനാൽ ഇവരുടെ ദാമ്പത്യ ജീവിതം തൃപ്തികരമായിരിക്കും. ഭാര്യാസമ്പത്തും പുത്രസൗഭാഗ്യവും ഉള്ളവരായിരിക്കും. എന്നാൽ ഉത്രാട നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് മേൽഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരുടെ വാശിയും ദുശ്ശാഠ്യവും സന്ദർഭവും സാഹചര്യവും ആവശ്യവും നോക്കാതെയുള്ള പെരുമാറ്റവും എന്തും തുറന്നടിച്ചു പറയുന്ന ശീലവും ഉത്രാട നക്ഷത്രക്കാരായ സ്ത്രീകളുടെ ഒരു ന്യൂനത തന്നെയാണ്. അഭിജിത്ത്, വിശ്വം, ഉത്തരാഷാഢം എന്നിവ ഉത്രാട നക്ഷത്രത്തിൻ്റെ മറ്റു നാമങ്ങളാണ്.